പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത് വളരെ പ്രധാനപ്പെട്ട പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡ്സ് ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചില മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് ആൻഡ് ലെയറിംഗ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡാണ്. ദാറ്റ് ഈസ് കോൾഡ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വ്യത്യസ്ത സ്പീഷീസിലുള്ള ജീവജാലങ്ങളെ, ചെടികളെ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് പുതിയ തലത്തിലുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയക്കാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ ബ്രീഡ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് സ്പീഷീസ്. വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ കൂടാതെ തന്നെ ഹെറ്ററോസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതുകൂടാതെ സെലക്ഷൻ മെത്തേഡും ഉണ്ട്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്താണ്, ഹെറ്ററോസിസ് എന്താണ്, സെലക്ഷൻ എന്താണ്? സെലക്ഷൻ പല രീതിയിലുണ്ട്. ദേ ആർ കോൾഡ് പെഡിഗ്രി, മാസ് സെലക്ഷൻ, പ്യൂർ ലൈൻ സെലക്ഷൻ ആൻഡ് ക്ലോണൽ സെലക്ഷൻ. ദീസ് ആർ ദ മോസ്റ്റ് പോപ്പുലർ സെലക്ഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അതുകൂടാതെ ഈ പറയുന്ന ഹാപ്ലോയിഡി, പോളിപ്ലോയിഡി ബ്രീഡിംഗ് ആൻഡ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ആൻഡ് ഇറ്റ്സ് അച്ചീവ്മെന്റ് ആൾസോ വി വിൽ ഡിസ്കസ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ദാറ്റ് ഈസ് കോൾഡ് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ? വളരെ പ്രധാനപ്പെട്ട ഫ്ലവറിന്റെ ക്യാരക്ടേഴ്സ് ആണ് നമുക്കറിയാം പൊളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഈ പൊളൻ ഗ്രെയിൻസിനെ എടുത്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രക്രിയ നടത്തുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പൊളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ഫെർട്ടിലൈസേഷൻ വിച്ച് പ്രൊവൈഡ് ദ മെയിൽ ഗ്യാമേറ്റ്സ് വെയറാസ് ദ ഗൈനീഷ്യം വിച്ച് പ്രൊവൈഡ് ദ ഫീമെയിൽ ഗ്യാമേറ്റ്സ്. നമുക്കറിയാം ആൻഡ്രീഷ്യം എന്ന് പറയുന്ന പാർട്ട് ഫ്ലവറിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആൻഡ്രീഷ്യം വിച്ച് കണ്ടെയ്ൻ ദ, നമുക്കറിയാം, സ്റ്റേമൻ വിച്ച് കണ്ടെയ്ൻ ദ പൊളൻ ഗ്രെയിൻസ്. Anyway, what is actually the hybridization? Hybridization is the process of crossing two genetically different individuals to result in new individuals with different traits. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഡെഫിനേഷൻ. What is that? It is the process of crossing two genetically different individuals. Genetically different ആയിട്ടുള്ള individual ആണ്. That may be two different species. For example, Amaranthus spinosusum, Amaranthus viridisum. Okay, they are totally different as far as their genetical constitution is concerned. അങ്ങനെ ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ക്രോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. ആസ് എ റിസൾട്ട്, ന്യൂ ഇൻഡിവിജ്വൽ വിത്ത് ഡിഫറെന്റ് ട്രേറ്റ്സ് വിൽ ബി പ്രൊഡ്യൂസ്. ന്യൂ ഇൻഡിവിജ്വൽ വിത്ത് ഡിഫറെന്റ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അമരാന്തസ് സ്പൈനോസസ് എന്ന് പറയുന്നത് മുള്ളൻ ചീരയാണ്, അമരാന്തസ് വിരിഡിസ് എന്ന് പറയുന്നത് ചുവന്ന ചീരയാണ്. ഇത് രണ്ടുകൂടി ക്ലബ് ചെയ്യുന്ന സമയത്ത് പുതിയൊന്നുണ്ടാവുന്നു. ദാറ്റ് ഹാവ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ട്രേറ്റ്സ്. ക്ലിയർ? നൗ, എന്തൊക്കെയാണ് ഒരു ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സിന്റെ ഒബ്ജക്റ്റീവ്സ്? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഈസ് ടു ക്രിയേറ്റ് ജനറ്റിക് വേരിയേഷൻ. ജനറ്റിക് വേരിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. നമുക്കറിയാം, ഹൈബ്രിഡ് തെങ്ങിൻ തൈ, ഹൈബ്രിഡ് പശു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കാസർഗോഡ് ഭാഗങ്ങളിൽ കുള്ളൻ പശു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, കുള്ളൻ തെങ്ങ് എന്ന് കേട്ടിട്ടുണ്ട്. സോ ദിസ് ആർ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പെക്യുലർ ഫീച്ചർ ഓഫ് ഹൈബ്രിഡ്സ്. ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ടു പ്രൊഡ്യൂസ്, ടു ക്രിയേറ്റ് ജനറ്റിക് വേരിയേഷൻ. Second one, to combine the desired characters into a single individual. To combine the desired characters into a single individual. ഒരു ഇൻഡിവിജ്വലിൽ തന്നെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നു. ഒരു മാവിൽ തന്നെ ഉണ്ടാവുന്ന മാങ്ങക്ക് മധുരവും അതോടൊപ്പം തന്നെ ഒരുപാട് മാങ്ങയും ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ടു കമ്പൈൻ ദ ഡിസൈർഡ് ക്യാരക്ടേഴ്സ് into a single individual. ഒരൊറ്റ ഇൻഡിവിജ്വലിലേക്ക്, ഒരൊറ്റ വ്യക്തിയിലേക്ക്, ഒരൊറ്റ ചെടികളിലേക്ക് എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെയും സംയോജിപ്പിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് കേട്ടോ ഹൈബ്രിഡൈസേഷൻ. The most important types of hybridization are intervarietal hybridization and distinct hybridization. പ്രധാനമായിട്ട് രണ്ട് വെറൈറ്റി ഹൈബ്രിഡൈസേഷൻ, ദേ ആർ കോൾഡ് ഇന്റർവെറൈറ്റൽ. അതായത് ഇന്റർവെറൈറ്റി, പലതരത്തിലുള്ള വെറൈറ്റികൾ തമ്മിൽ ഹൈബ്രിഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പ്രോസസ് ചെയ്യുന്നു. ദെൻ അനദർ വൺ ഈസ് ഡിസ്റ്റന്റ് ഹൈബ്രിഡൈസേഷൻ. വ്യത്യസ്ത തലത്തിലുള്ള ആളുകളെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യുന്നു. ദാറ്റ് ആർ ദ ടു ഇമ്പോർട്ടന്റ് കാറ്റഗറീസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ദെൻ എന്തൊക്കെ പ്രൊസീജിയർ ആണ് ഹൈബ്രിഡൈസേഷൻ ഉള്ളത്? ദാറ്റ് വി ക്യാൻ സീ. ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡ്യൂസ്. ഒന്ന്, സെലക്ഷൻ ഓഫ് എ പാരന്റ്. ഒരു പാരന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. എന്താണ് രണ്ടാമത്തത്? സെൽഫിങ് ഓഫ് പാരന്റ്സ്. അതിനെ സെൽഫി ചെയ്യണം. ദെൻ എമാസ്കുലേഷൻ. ദിസ് ഈസ് ദ മോസ്റ്റ് പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് ദി, അല്ലെങ്കിൽ ദ മോസ്റ്റ് പ്രൈം സ്റ്റെപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. സോ വാട്ട് ഈസ് ആക്ച്വലി ദ സെലക്ഷൻ?
It depends upon the aim and objective of the breeding. ഇപ്പോൾ നമ്മൾ ഓരോ എയിം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള കളറുള്ള ഒരു ചെമ്പരത്തിയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മൾ ചെമ്പരത്തിയാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള മധുരമുള്ള മാങ്ങയാണ് ഉണ്ടാവേണ്ടതെങ്കിൽ അവിടെ നമ്മൾ മാവിനെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ അവർ ഡിസയർ, ബേസ്ഡ് ഓൺ അവർ ഒബ്ജക്റ്റീവ്സ്, we have to select the plant or we have to select the plant species. Then selfing of parents. ഈ പാരൻസിന് നമ്മൾ എന്ത് ചെയ്യണം? സെൽഫിങ് ചെയ്യണം. Actually they are actually the cross pollinated species ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? we have to do the selfing process to induce homozygosity. Homozygosity എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെൽഫിങ് ചെയ്യുന്നത്. The next one is emasculation. Emasculation വെച്ചാൽ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മളൊരു ചെമ്പരത്തി പൂവിൽ ഹാൻഡ് റീഷ് ഉണ്ടല്ലോ, പൊള്ളൻഗ്രേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പൊള്ളൻഗ്രേസ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മാസ്കിങ് ചെയ്യണം, അതിന് കവർ ഇടണം. കവർ ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് സംഭവിച്ചു? വേറെ ചെടിയിൽ നിന്നുള്ള ചെമ്പരത്തി പൂ അതിലോട്ട് വന്നിട്ട് പരാഗണം നടന്നേക്കാം. അതുകൊണ്ട് we can say that we have to do the most important process called emasculation. എന്താണ് emasculation? Removal of the stamen from the female parent to prevent self pollination. ഇപ്പൊ സെൽഫ് പോളിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റേമിനെ റിമൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കാം, ഡിഫൈൻ ഇമാസ്കുലേഷൻ. ഇറ്റ്സ് എ റിമൂവൽ ഓഫ് stamen from the female bisexual flower. It is done usually in the evening and cross is made in the next morning. സാധാരണ ഈ പ്രോസസ് ചെയ്യുന്നത് ഈവനിങ്ങിലാണ്, വൈകുന്നേരങ്ങളിലാണ് ഈ പ്രോസസ് ചെയ്യുക. രാവിലെയാണ് നമ്മൾ ക്രോസിംഗ് നടക്കുകയും ചെയ്യും. വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അതിലോട്ട് ക്രോസ് ചെയ്യുന്നത് നമ്മൾ രാവിലെയാണ്. ഡ്യൂറിങ് ഇമാസ്കുലേഷൻ ഗൈനീഷ്യം ഷുഡ് ബി ഇൻടാക്ട്. അപ്പൊ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാണ് സ്റ്റേമിനെ. അത് അവിടെ കാണിച്ചിട്ടുണ്ട് ഇമാസ്കുലേഷൻ. യു ക്യാൻ സീ ബൈ ദ ഹെൽപ്പ് ഓഫ് സിസേഴ്സ്. ഈ കത്രികയുടെ സഹായത്തോടു കൂടി നമ്മൾ ആൻഡ്രീഷ്യത്തിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഇമാസ്കുലേഷൻ. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ആന്തർ ഈസ് റിമൂവ്ഡ്, then second pollen of white flower is taken and വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. During emasculation the gynoecium should be intact. The anthers are removed by the forceps. Anthersനെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഫോർസെപ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്, കത്രിക ഉപയോഗിച്ചുകൊണ്ട്. ഇതാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, യു ക്യാൻ സീ ദ തെവേഷ്യ പെറൂണിയ എന്ന് പറയുന്ന പ്ലാന്റിലെ ഇമാസ്കുലേഷൻ ഇവിടെ ക്ലിയർ ആണ്. ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ ഓഫ് ദ തെവേഷ്യ ഇത് ക്ലിയർ ചെയ്യുന്ന റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സ്റ്റേമൻസ് ആർ റിമൂവ്ഡ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. സോ ഇമാസ്കുലേഷൻ ഈസ് ദ റിമൂവൽ ഓഫ് stamen from a bisexual flower. Clear? In order to improve or in order to motivate the cross pollination, or we can say that we have to keep the homozygosity. Then next process is called bagging. എന്തിനാ ബാഗ് ചെയ്യുന്നത്? സ്വാഭാവികം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഫ്ലവറിൽ തന്നെ അല്ലെങ്കിൽ ആ മരത്തിൽ തന്നെ, ആ ചെമ്പരത്തിയുടെ ചെടിയിൽ തന്നെ വേറെയും ഫ്ലവേഴ്സ് ഉണ്ടാവും. അതിൽ നിന്നൊരു പക്ഷേ ഇങ്ങോട്ട് ചെമ്പരത്തി പൂവിലേക്ക് പൊള്ളൻ ഗ്രീൻസ് വന്നേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇമാസ്കുലേഷൻ ചെയ്തിരിക്കുന്ന ചെടിയുടെ ഗൈനീഷ്യത്തിന് അല്ലെങ്കിൽ ആ പറയുന്ന പോർഷനെ, ആൻഡ്രീഷ്യൻ പോർഷനെ നമ്മൾ ബാഗ് ചെയ്തിരിക്കണം, കവർ ചെയ്തിരിക്കണം. വാട്ട് ഈസ് ബാഗിങ്? The emasculated flower is immediately bagged to prevent cross pollination by any foreign pollen. അതാണ് pollen bagging എന്ന് പറയുന്നത്. Then tagging. What is tagging? The bagged flower is tagged by label. ടാഗ് എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് സയന്റിഫിക്കലി ബാഗ് ചെയ്യണം. എന്നാണ് ഇമാസ്കുലേഷൻ ചെയ്തത്, ഏതാണ് പ്ലാന്റ് എന്നൊക്കെ ഉള്ളത് വളരെ സയന്റിഫിക് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ടാഗിങ് എന്ന് പറയുന്നത്. ദെൻ ക്രോസിംഗ്. നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ ദ നെക്സ്റ്റ് മോർണിംഗ് the desired pollen is placed on the stigma of emasculated flowers to bring about fertilization. അപ്പൊ നെക്സ്റ്റ് മോർണിംഗിൽ നമ്മൾ ഈ പറയുന്ന ക്രോസിംഗ് നടത്തുന്നു. വേറൊരു ആളെ കൊണ്ടുവന്നിട്ട് അതിന്റെ പൊള്ളൻ ഗ്രെയിൻസ് ഇതിലോട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ക്രോസിംഗ് നടത്തുന്നു. Then fifth point is harvesting and sorting of F1 seeds. അപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ, ചെറിയ പ്ലാന്റ് ആണ്, 6 മാസം കൊണ്ട് തന്നെ അത് നെക്സ്റ്റ് ജനറേഷൻ ഉൽപ്പാദിപ്പിക്കുന്നു. Then raising the F1 generation. Then sixth point is അതിൽ വെച്ചിട്ട് നമ്മൾ പുതിയ ആളെ വീണ്ടും നട്ട് വലുതാക്കുന്നു. അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. Then ഏതൊക്കെ ടൈപ്പിലുള്ള ഹൈബ്രിഡ് നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ? We can see the single cross hybrid കാണാം, then 3-way crops hybrid കാണാം, ഡബിൾ ക്രോസ് ഹൈബ്രിഡ് കാണാം. അപ്പോൾ ഇമാസ്കുലേഷൻ വഴി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പലതരത്തിലുള്ള ഹൈബ്രിഡുകളെ കാണാം. They are single cross hybrid formed by a cross between two varieties. Then 3-way cross hybrid formed by a cross between single cross hybrid and an inbreed. Then double cross hybrid formed by a cross between two different single cross hybrid. So these are the most important steps in hybridization and hybrid. So you can see the single cross hybrid, 3-way cross hybrid. എന്താണ് 3-way cross hybrid? Hybrid formed by cross between single cross hybrid and an inbreed. Then double cross hybrid formed by a cross
between two different single cross hybridization. Three-way cross hybrid is, you can see the three-way, just for your information. Actually our topic is hybridization. So what is hybridization? Hybridization process genetically different ആൾക്കാരെ നമ്മൾ cross ചെയ്യുന്നു by using the four important steps, and we have to produce a most important hybrid by this process. ഇതൊക്കെയാണ് വളരെ പോപ്പുലർ ആയിരിക്കുന്ന hybrid varieties. First one is called maize. The researchers at IARI, Indian Agriculture Research Institute, have developed a maize variety which is rich in vitamin A, an essential amino acid. രണ്ട് പ്രധാനപ്പെട്ട characteristics ഉള്ള ആൾക്കാരാണ് vitamin A യും അതേപോലെ തന്നെ amino acid ഉള്ള maize. Then other varieties are Pusa composite, for tolerant to foliar disease. This is more tolerant to foliar disease. Then black rice. Black rice is sold in local markets for as much as 300 per kilogram. Black rice, you can see here. It has anti-carcinogenic properties and has high nutritional value. So this type of variety has more significant nutritional value. That's why they are more that have more value, that have more price as far as their quality is concerned. അപ്പം നമ്മൾ നാട്ടിൽ അവൈലബിൾ ആവുന്ന എല്ലാ സാധനം, ഇപ്പം നമുക്കറിയാം മെയ്സ് നമ്മളെല്ലാവരും വാങ്ങി കഴിക്കുന്നതാണ്. 20 രൂപക്ക് നമുക്ക് വളരെ മധുരമായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പഴയ കാലത്ത് അങ്ങനല്ല, ഞാൻ പണ്ട് ക്ലാസ്സിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. സോ we have to get more and more quality type varieties by the help of this process called hybridization. Okay, then tomato, we can see different tomato varieties that are available in markets. നമ്മുടെ മാർക്കറ്റിലുള്ള ടൊമാറ്റോ വെറൈറ്റീസ് നമ്മൾ പലതും നമ്മൾ വീട്ടിൽ കാണുന്നതാണ്. So the most sweety fruits as well as the vegetables, different type of vegetables, fruits are also available in our market. You can see the yellow color watermelon can be seen here. Hybrid tomatoes have more flesh and more shelf life. ഒരുപാട് ഷെൽഫ് ലൈഫ് ഉള്ള, ഒരുപാട് പഴയ തക്കാളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം സോഫ്റ്റ് ആയിരുന്നു, വളരെ പെട്ടെന്ന് കേടുവന്നു വരുന്നു. ഇപ്പൊ ഹാർഡാണ്. ദാറ്റ് മീൻസ് they are more and more susceptible, they are more and more resistant to those pathogenic organism. They have less seed, so less oxalate content. അതുകൊണ്ട് സീഡ് കുറവായതുകൊണ്ട് തന്നെ ഓക്സലേറ്റ് കണ്ടന്റ് കുറവായിരിക്കും. Then watermelon, we can see Saraswati, flesh, deep red, delicious sugar content 12 to 14%. അങ്ങനെ 12 to 14% sugar content ഉള്ള വളരെ fruity ആയിട്ടുള്ള Saraswati watermelon can be available in our country. Then Kiran, another important watermelon, a smooth dark green ring, sweet in taste. Then yellow Dole watermelon, very sweet, yellow colored due to the presence of beta carotene. അങ്ങനെ ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള പല ക്വാളിറ്റികളോട് കൂടിയിട്ടുള്ള പലതരത്തിലുള്ള ഹൈബ്രിഡ് ഫ്രൂട്ട്സ് ആർ അവൈലബിൾ ഇൻ അവർ മാർക്കറ്റ്. ഓൾ ദീസ് ആർ some of the most important points as far as the hybridizations are concerned. So question is, what is hybridization? What are the important applications, or what are the important achievements of hybridization? Remember the points. Okay. So this is a sum up of hybridization. You can see the different steps that we are doing during the time of hybridization. You can see the simple process, that is the pollen male sex is cut off, removed by the process called emasculation. Then pollen white flower is taken and transferred to pistil of purple flower. Then you can see the process. The fertilized pistil gets mature and become pods. Seeds in each pods are ready to be planted. All offsprings are purple. This is actually the F1 generation. അപ്പോൾ വൈറ്റും അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പിങ്കും കൂടി നമ്മൾ എന്ത് ചെയ്തു, പർപ്പിൾ കളറും കൂടി നമ്മൾ ക്രോസ് ചെയ്ത സമയത്ത് we have to get all purple flowers. That is another important beauty of this process. Pollen male sex is cut, removed, white flower is. So this is actually the process. So we have to get different results as far as the hybridization is concerned. അപ്പോൾ hybridization എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. പ്ലാന്റ് ബ്രീഡിങ്ങിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് പലതരത്തിലും, ഇപ്പോൾ ഫ്രൂട്ട്സിലാവാം ഫ്ലവേഴ്സിലൊക്കെ പലതരത്തിലുള്ള റിസൾട്ടും കിട്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്, ഒരു പ്രോഗ്രാമാണ് പ്ലാന്റ് ബ്രീഡിങ്ങിലെ ക്രോപ്പ് ഇംപ്രൂവ്മെന്റിലെ hybridization. So that is what is the importance, or that itself giving the information or the importance of hybridization. Okay, thank you.